ഇച്ചാപ്പിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ ചെയ്തിട്ടുള്ള ആദ്യത്തെ വീഡിയോ കാര്യമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേസ്. പൊതുവെ ഇച്ചാപ്പിയുടെ വീഡിയോസിനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്ന, പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകൾ, പ്രതികരിക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഇച്ചാപ്പീനെ എങ്ങനെ ഓവറാണ്, നല്ല രീതിയിൽ ഓവറാവുന്നുണ്ട്. സ്വന്തം പാരൻസിനെ മറക്കുന്നുണ്ടോ, വന്ന വഴി മറക്കുന്നുണ്ടോ, എന്താണ് അഹങ്കാരം, എന്തൊക്കെ കാട്ടിക്കൂട്ടണത്, കോപ്രായം കാണിക്കണം എന്നൊക്കെ പറയാനുള്ള കമൻറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേസ്. ഇത് കാര്യം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഇച്ചാപ്പീനെ അറിയണ്ടായിരിക്കും അല്ലേ, വളരെ എന്താ പറയുക, വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതം, അങ്ങനെ ഒരു ഫാമിലി, ഒരു ബാക്ക്ഗ്രൗണ്ടായിരുന്നു ഇച്ചാപ്പിക്ക് ഉണ്ടായിരുന്നത്. ഡിഗ്രി ഫൈനൽ ഇയർ വരെ ഒരു ഷീറ്റിട്ട ഒരു വീട്ടിൽ, അത് വീടെന്ന് പറയാൻ പറ്റുമോ അറിയില്ല, ഒരു ചായ്പ് പോലുള്ള ഒരു സെറ്റപ്പ്, അവിടെ കറണ്ടൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഒറ്റമുറി ഒരു വീട്ടിലാണ് ഇച്ചാപ്പി ജീവിച്ചിരുന്നത്. അപ്പോൾ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ വ്ളോഗ് ചെയ്യാൻ ഒക്കെ തുടങ്ങി. ആദ്യം റീൽസൊക്കെയാണ് ഇട്ടിരുന്നത്, ഒരു അണ്ണാങ്കുഞ്ഞായിട്ടുള്ള ഒരു റീലാണ് കത്തിക്കേറിയത്. അപ്പോൾ ഒരുപാട് പേര് അവരെ കളിയാക്കിയിരുന്നു, ഇതാണോ നിൻ്റെ വീട്, നീ എങ്ങനെ ഇവിടെ ജീവിക്കുന്നത്, ചെറ്റക്കുടിലാണ് നീ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പൊതുസമൂഹം അവരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തു. 10-21 വയസ്സുള്ള ടൈമിൽ അവരുടെ റീലുകളൊക്കെ വൺ ഹിറ്റായി, അവർക്ക് പ്രൊമോഷൻസ് കിട്ടി തുടങ്ങി. അങ്ങനെ യൂട്യൂബ് ചാനൽ വ്ളോഗിങ് ഒക്കെ തുടങ്ങിയിട്ട് അവർക്ക് അത്യാവശ്യം കാശൊക്കെ ആയപ്പോൾ അടിപൊളി ഒരു വീട് അവർ വെച്ചു. അപ്പോൾ ഇച്ചാപ്പി അച്ഛനും അമ്മയും ആ വീട്ടിലേക്ക് താമസം മാറി. പിന്നെ വ്ളോഗിങ് വളരെ സീരിയസ് ആയിട്ട് എടുത്തു, ഒരുപാട് കാശ് അവർക്ക് കിട്ടി. അതിൻ്റെ ഇടയ്ക്കാണ് അപ്പു എന്ന് പേരുള്ള, ഇച്ചാപ്പിയുടെ ശരിക്കുള്ള ഒരു ശ്രീലക്ഷ്മി എന്നാണ് അല്ലേ, അപ്പു എന്ന് പേരുള്ള ഒരുത്തൻ അവളുടെ ലൈഫിക്ക് വരുന്നത്. അവർ പ്രേമത്തിലായി. അവസാനം വീട്ടുകാരുടെയൊക്കെ സമ്മതത്തോടുകൂടി കല്യാണം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇച്ചാപ്പി ഇതൊക്കെ വ്ളോഗിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 ദിവസത്തിന് ശേഷമാണ് ഇച്ചാപ്പി കല്യാണത്തിന് ശേഷമുള്ള ഫസ്റ്റ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് വ്ളോഗ് ചെയ്യാൻ പോവുകയാണെന്ന് അമ്മായിമ്മയുടെ ഇത് തുടക്കത്തിൽ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് തുടങ്ങുന്നത്. അത് വീടിൻ്റെ അതായത് കെട്ടുവൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് ടെറസിൽ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. എന്നിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നേരെ അടുക്കളയ്ക്ക് പോകുന്നു. അവിടെ അമ്മായിമ്മ ഉണ്ട്. അപ്പോൾ അമ്മായിമ്മയുടെ അടുത്തേക്ക്, അവിടെ ചിക്കൻ കറി വെച്ചിറക്കുകയാണ്. അമ്മായിമ്മ വീട്ടു പണികളൊന്നും അങ്ങനെ എടുപ്പിക്കൂല, അമ്മായിമ്മ പോര് കാണിക്കൂല, ഭയങ്കര സപ്പോർട്ടീവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചാപ്പി നേരെ അടുക്കളയ്ക്ക് ഓടി വരികയാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ കാണുമ്പോൾ തന്നെ എന്ത് കോപ്രായം കാണിക്കണം എന്നുള്ള രീതിയിൽ, ചിക്കൻ കറി കാണുമ്പോൾ കാണാത്ത രീതിയിലുള്ള ഒരു സംഭവം, അങ്ങനെയുള്ള ഒരു സംഗതിയൊക്കെയാണ്. അവൾക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ അമ്മായിമ്മേനെ കെട്ടിപ്പിടിക്കുന്നു, അമ്മായിമ്മ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു അബദ്ധം പറ്റിയെന്നത്, ഒന്നാമത്തെ ഇതിന് ഓവറാണ്, അണ്ടിയോട് എടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് തോന്നുന്നത് അബദ്ധത്തിൽ പറഞ്ഞു പോയതാണോ എന്നറിയില്ല. അതായത് അതിൽ പറയുന്നൊരു സംഗതിയുണ്ട്, സ്വന്തം വീട്ടിൽ ഉള്ളതിനൊക്കെ കൂടുതൽ ഹാപ്പിയാണ് ഞാൻ ഇവിടെ നിന്ന്. അപ്പോൾ വന്ന വഴി മറക്കരുത്, അച്ഛനും അമ്മേനെയും തരം താഴ്ത്തി സംസാരിക്കണേ തുല്യമാണ്, ഇങ്ങനെയൊക്കെ സംസാരിക്കണത്. ഈ ചാപ്പിക്ക് അഹങ്കാരം കൂടി, കാശ് വന്നപ്പോൾ, കല്യാണം കഴിഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ. അപ്പോൾ എനിക്കിത് മനസ്സിലായുള്ള കാര്യം എന്ന് വെച്ചാൽ, പൊതുവെ മലയാളികൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, അതേപോലെ കാല് വാരി നിലത്തടിക്കും. അപ്പോൾ ഇച്ചാപ്പിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ അവൾക്ക് കാണുന്ന ഒരു ലൈഫൊക്കെ ഉണ്ടായി കൊടുത്ത് മലയാളികൾ ഈ വീഡിയോസ് കാണുന്നത് കൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നു. പ്രൊമോഷൻസ് ഒരുപാട് പേര് അവർ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ആൾക്കാർ വിചാരിക്കുന്നത് വെച്ചാൽ ഇപ്പോഴും നന്ദിയും കടപ്പാടും ഒക്കെ വേണം, ഓവറാവരുത് എന്നൊരു സാധനമാണ് പലരുടെയും ഉള്ളിൽ എന്ന് വെച്ചാൽ. ഇത് അഹങ്കാരം കാണിച്ചു തുടങ്ങിയല്ലോ എന്നൊക്കെ തോന്നുന്ന സമയത്ത് ആളുകൾക്ക് ഭയങ്കര വിഷയമാണത്. പൊതുവെ മലയാളികളുടെ ഒരു അവസ്ഥയാണ്, അവർ കടപ്പാട് എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിലങ്ങനെ വളരെ നെഗറ്റീവായിട്ട് ഇങ്ങനെ വരുന്നത്. പിന്നെ അതിൽ വേറെ എന്ന് വെച്ചാൽ എഴുതിയിട്ട് ഈ പ്രേക്ഷകരെ ഫുള്ളായിട്ട് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ടുള്ള സംഭവം അല്ല ഇവിടെ പറയുന്നത്, ഓഡിയൻസിനെ. അതിൽ പറയുന്ന വേറെ സംഗതി എന്ന് വെച്ചാൽ, അമ്മായിമ്മമാരൊക്കെ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ഓവർ ആക്ടിങ് ആണ്. അപ്പോൾ ഗൈസ്, എൻ്റെ ഒരു കൂട്ടുകാരെ വിളിച്ചു, ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന സംഗതിയും അതാണ്. അതായത് പലപ്പോഴും തുടക്കത്തിൽ ഇങ്ങനെ ഓവറായിട്ട് ആക്ട് ചെയ്യണ രീതിയിലുള്ളൊരു സംഗതി, ഓവറായിട്ട് പ്രതികരിക്കുക. അപ്പോൾ ഈ ഒരു സംഭവം വരുമ്പോൾ, ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ വീഡിയോയിൽ ഒരു കാര്യത്തെ വളരെ ഡ്രമാറ്റിക്കായ രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ പറയും, ഭയങ്കര ബാസിൽ സംസാരിക്കുക എന്നൊക്കെ, അങ്ങനെയല്ല, എന്താ അതിന് പറയുക. അതായത് ഇപ്പോൾ ഞാൻ യെസ് എന്ന് പറഞ്ഞതിന് പകരം യേസ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇതെന്തോ ആക്ടിങ് ആണല്ലോ ഇങ്ങനൊരു സാധനം തോന്നും. പിന്നെ എന്താ വെച്ചാൽ വ്ളോഗ് ചെയ്യണ ഒരു സംഭവം, അതായത് REEL റീൽ വേൾഡ് ഉണ്ടല്ലോ, ഈ റീൽ വേൾഡ് അല്ല റിയൽ വേൾഡിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അതിലുള്ള തീവ്രതയൊക്കെ കൂടുതൽ ഒരു തീവ്രത ഉപയോഗിച്ചിട്ടാണ്, ഇൻറ്റൻസിറ്റിയിലാണ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നുണ്ടാവുക പലരും. എൻ്റെ കാര്യമല്ല, ഞാൻ പൊതുവെ എന്താ വെച്ചാൽ സാധാരണ രീതിയിൽ എങ്ങനെയാണ് അങ്ങനെ ചെയ്യാനാണ് ശ്രമിക്കാറ്.
അപ്പോൾ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന രീതിയിൽ നടക്കുന്ന ആളുകളില്ലേ, ഞാൻ ഇവർ കുറ്റം പറയണതല്ല കേട്ടോ, പലരും വീഡിയോ ചെയ്യുമ്പോൾ ഹലോ ഗായ്സ് ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനൊരു സംഭവം. അപ്പോൾ എന്താ അവസ്ഥ വെച്ചാൽ ആളുകൾക്ക് കുറേ കഴിയുമ്പോൾ ഇപ്പോൾ എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ച് ഡൗൺ ആവുന്ന സമയത്ത് ആളുകൾ അത് സെൻസ് ചെയ്യും. അപ്പോൾ ആളുകൾ എന്തോ പ്രശ്നമുണ്ടല്ലോ, സംതിങ് ഫിഷ്, എന്താ ജീവിതത്തിൽ സംഭവിച്ചു, അമ്മായിമ്മ പോര് തുടങ്ങിയോ, അമ്മായിപ്പൻ പ്രശ്നങ്ങൾ തുടങ്ങിയോ, അല്ലെങ്കിൽ അനിയത്തി ചേച്ചി ഭർത്താവിൻ്റെ നാത്തൂൻ പ്രശ്നങ്ങൾ തുടങ്ങിയോ, ലൈഫ് ഹാപ്പി അല്ലേ, അപ്പോഴേ പറഞ്ഞതാണ് മറ്റവനെ കെട്ടണ്ടെന്ന്, ഈ ഒരു രീതിയിലുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. ബാബ അവളുടെ ലൈഫ് മറ്റോ കൊണ്ട് തകർത്തു, അല്ലെങ്കിൽ ഇവൾക്ക് അഹങ്കാരം മുത്തു, ഇവൾക്ക് അത് വന്ന വഴി മാറുന്നു, അതുകൊണ്ട് അവൾക്ക് അങ്ങനെ തന്നെ വേണം, അങ്ങനെ ശപിക്കുന്ന ടീംസ് ഉണ്ടായിരിക്കും. എന്താണ് ഇറ്റാപ്പി സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള ഒരു മിക്സാണ് സോഷ്യൽ മീഡിയയിലുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ അമ്മ ഇക്ക് അവരുടെ വീഡിയോ ഒന്ന് എനിക്ക് വേറൊരു രീതിയിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവർ വ്ളോഗ് ചെയ്തിട്ട് അങ്ങനെ ശീലമില്ലാത്ത ഒരു അമ്മയാണ് ഈ ചെങ്ങായിയുടെ, എന്താ ഒരു സൗരവല്ലേ അപ്പു എന്ന് പറയണം, അതായത് ഇച്ചാപ്പിയുടെ കെട്ടിയോൻ്റെ അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ശ്രീലക്ഷ്മി എന്നാണ് ആ വ്ളോഗിൽ വിളിക്കുന്നത് ഇച്ചാപ്പീനെ. അപ്പോൾ ഇച്ചാപ്പി ആദ്യമായിട്ടാണ് എന്നെ ശ്രീലക്ഷ്മി എന്ന് വിളിക്കുന്നത്. ഇതുവരെ എന്താ ഇച്ചു മോളെ, ഇച്ചാപ്പി മോളെ എന്നൊക്കെ വിളിച്ചിരുന്നത്. എന്താ അപ്പി മോളായാലും സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ അമ്മയ്ക്ക് അങ്ങനെ വ്ളോഗിൽ ഉൾപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അതിൻ്റേതായ ഒരു അതിഭാവുകത്വം അവരുടെ പെരുമാറ്റത്തിൽ വന്ന് അവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. പിന്നെ വേറൊരു കാര്യം, എല്ലാവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവണ പോലെ ഈ ചാപ്പിയുടെ പേഴ്സണൽ ലൈഫിലും പലതും സംഭവിക്കും. അതിനിപ്പോൾ അവൾ അഹങ്കരിച്ചത് കൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കാൻ ആർക്കറിയാം. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ കഴിച്ചും കാലൊക്കെ പോകും, അല്ലെങ്കിൽ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായിരിക്കും. ഇതിൽ വേറെ വരുന്ന കുറച്ച് കമൻറ്റുകളുടെ ഒരു ഭാവം രൂപം എങ്ങനെയെന്ന് വെച്ചാൽ, പ്രവീൺ പ്രണവില്ലേ, അതുപോലെ മല്ലു ഫാമിലി, ഇവരെ കാണിച്ചു വരുമ്പോൾ പ്രവീൺ പ്രണവിൻ്റെ ഒക്കെ വ്ളോഗുകളിൽ ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ് അമ്മായിമ്മയൊക്കെ കാണിച്ചിരുന്നത് എന്നുള്ള സംഭവമൊക്കെ പറയുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു, അവർ തല്ലി പിരിഞ്ഞു എന്നൊക്കെ. അവർ പിന്നെ വേറെ കുറേ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നത്, അത് വേറെ കാര്യം. അത് സോഷ്യൽ മീഡിയയിൽ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ കാണിച്ചാലാണ്, ഇതൊക്കെ കാണാനാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം കേസ്. അല്ലാണ്ട് നമ്മൾ വളരെ ലോകം നന്നാക്കുന്ന രീതിയിലൊരു വീഡിയോ ഇതുണ്ടെങ്കിൽ ഒരു പട്ടിച്ചാത്തനും ജാതിയെ കാണാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ കൂടെ. അപ്പോൾ അവിടെ ഇതൊക്കെ കേൾക്കാനാണ് ആൾക്ക് താല്പര്യം. പിന്നെ കുൽസിതം ഇതൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രവീൺ പ്രണവ് ആ രീതിക്കായി പോവോ, അവരുടെ ജീവിതമൊക്കെ അറിയണതല്ലേ, ഓവറായിട്ട് അഹങ്കരിക്കരുത്, നെകളിക്കരുത്, അങ്ങനെ ഇങ്ങനെ വെറുതെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പ്രായം കാണിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കേസ്. പിന്നെ ഇതിൻ്റെ വേറൊരു സംഗതി, മല്ലു ഫാമിലി ഇല്ലേ, മല്ലു ഫാമിലി ആയിട്ടൊക്കെ പലരും കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ മല്ലു ഫാമിലി ഇതവരെ കഷ്ടപ്പെട്ട് വന്ന ടീംസാണ്. അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, അവർ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ വന്ന വഴി മറന്നു, അതാണ് പോയിന്റ്. വന്ന വഴി മറന്നു, ഒരുപാട് കാശ് കിട്ടിയപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ പുച്ചായി ഉള്ള അഹങ്കാരം കാണിക്കാൻ തുടങ്ങി, കോപ്രായം കാണിക്കാൻ തുടങ്ങി. ഇവർ ആരാന്ന അവരുടെ ഭാവം, അതേപോലെ ഇച്ചാപ്പി ആ ഒരു വഴിക്കാണ് പോയോണ്ടിരിക്കണത് എന്നുള്ള രീതിയിലൊക്കെ സംഭവം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ പൊതുവെ വേറെ കാര്യമുണ്ട്, ആളുകൾക്ക് ആരെയെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തണം, അവനവൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മണ്ടേ കയറണം. സോഷ്യൽ മീഡിയയിൽ പൊതുവെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യമുണ്ട്, ഇച്ചാപ്പീനെ കുറ്റം പറയുന്നവർ ആ വീഡിയോ ഉള്ള ആളുകളുടെ അവരുടെ ഒരു ഇടപെടലിനെ കണ്ടിട്ട്, പെരുമാറ്റ രീതി കണ്ടിട്ട് കുറ്റം പറയുന്ന ആളുകൾ മുഴുവനായിട്ട് നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റൂല കേസ്. അതെന്താ വെച്ചാൽ, ഇവർ പബ്ലിക്കായിട്ട് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ അതിനോട് പ്രതികരിക്കും, നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഒരു സൈബർ ബുള്ളിങ് പോലെ, അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് അവർ ജീവിതത്തെ തകർക്കുന്ന രീതിയിലൊക്കെ ആവാണ്ടിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിയമപരമായിട്ട് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആളുകൾക്ക് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എല്ലാവരും നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ തന്നെ തക്കട് മുക്കട് വീഡിയോസിൽ താഴെ നിന്നൊരു തന്തയ്ക്ക് വിളിക്കുന്നുണ്ട് ആൾക്കാർ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് അടക്കം. അപ്പോൾ ആളുകൾ ഇതാണ്, പലർക്കും നെഗറ്റിവിറ്റിയാണ് വേണ്ടത്. നെഗറ്റിവിറ്റി ഇല്ലെങ്കിൽ അവരത് തപ്പിപ്പിടിച്ചെടുക്കും. അപ്പോൾ ഇച്ചാപ്പിയുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നിയുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാനതൊരു വീഡിയോ ആയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇച്ചാപ്പി അവളുടെ വീട്ടിലുള്ള ഒരു കാര്യം, കല്യാണം കഴിഞ്ഞ ശേഷം ആ വീട്ടിലുള്ള, കെട്ടുവൻ്റെ വീട് എന്ന് പറയേണ്ട കാര്യമില്ല, അവളുടെ വീട് ഇനിയിപ്പോൾ അതാണ്, ആ വീട്ടിലുള്ള അല്ലെങ്കിൽ അവളുടെ ഒരു വീടും കൂടിയാണത്, ഒരു സംഭവം. അപ്പോൾ സാധാരണ മനുഷ്യരെ പോലെ തന്നെ അവൾക്ക് സ്ലിപ്പ് ഓഫ് ടങ് സംഭവിക്കുന്നുണ്ടായിരിക്കും, പറയുമ്പോൾ അബദ്ധത്തിൽ എന്തെങ്കിലും പിശക് പറ്റുന്നുണ്ടായിരിക്കും. പിന്നെ വ്ളോഗ് ചെയ്തിട്ട് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളുടെ കൂടെയാണ് അവരെയൊക്കെയാണ് ഇവളുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ കാര്യം ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്താ വെച്ചാൽ, എല്ലാ കാര്യങ്ങളും വ്ളോഗിൽ ഉൾപ്പെടുത്തുമ്പോൾ അവരുടെ പ്രൈവസി നഷ്ടപ്പെടും, അത് അവരുടേതായ സ്നേഹത്തിനെയൊക്കെ ബാധിക്കുന്നുണ്ടായിരിക്കും. റിയൽ ലൈഫ് അല്ലല്ലോ റിയൽ ലൈഫ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യമുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു സംഗതി എന്താ വെച്ചാൽ അവർക്ക് അവരുടേതായ വളരെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് ഇപ്പോൾ വീട്ടിലെ ഒരാൾക്ക് വ്ളോഗിൽ വരാൻ താല്പര്യമില്ലെങ്കിൽ തന്നെ കുറേ കഴിയുമ്പോൾ അവർ തമ്മിൽ കശപിശകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതായത് നമുക്കൊരു താല്പര്യമില്ലെങ്കിൽ കൂടി നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ. അപ്പോൾ എന്തായാലും വെച്ചാൽ ആൾക്കാർ കാണുമ്പോൾ എന്തോ അമ്മയ്ക്ക് എന്തോ സുഖമില്ലല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമ്മയ്ക്ക് വ്ളോഗിൽ വരെ താല്പര്യമില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വിചാരിക്കുക. എന്നിട്ട് ആ വ്ളോഗിൽ അമ്മേനൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ എന്ത് തേങ്ങ ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ എന്താ ഉണ്ടാവില്ല. അതിപ്പോൾ അമ്മേനെ നമ്മൾ ചീത്ത കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അമ്മായിയമ്മ പോര് തുടങ്ങിയോ, അല്ലെങ്കിൽ ഇച്ചാപ്പിക്ക് അഹങ്കാരം കൂടിയോ, അല്ലെങ്കിൽ കൂടി പോര് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിലയിരുത്തുന്ന ആളുകളോട് എനിക്ക് പറയുള്ളത് അവരെന്തോ ചെയ്യട്ടെ, അത്രയും. നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നണ ഒരു രീതിയിൽ പ്രതികരിക്കുക, സൈബർ ബുള്ളിങ് ആവാണ്ടിരിക്കുക എന്നുള്ളൊരു സംഗതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും ഇനി നോക്കാം എന്തൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എനിക്കറിയാലോ നിങ്ങളെങ്ങനെ ചിന്തിക്കണത് എന്നൊക്കെ. ബൈ ബൈ.